ഈ വീഡിയോ കാണാൻ പോകുന്നവർക്കെല്ലാം ഒരു സ്വപ്നമുണ്ടാകും. ചിലപ്പോൾ നിങ്ങളത് ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. പലപ്പോഴും വെറും സ്വപ്നം മാത്രമായിരിക്കുമെന്ന് ചിന്തിച്ച് തള്ളിക്കളഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഞാൻ പറയുന്നു, അത് നടക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾ സത്യമായി വരും. ഒരു സ്വപ്നവും എളുപ്പമല്ല. ആഗ്രഹിക്കുന്ന സ്വപ്നം ലഭിക്കുക എന്നത് ഒരുപാട് കഷ്ടപ്പാടാണ്. എനിക്ക് കഴിവുണ്ടോ? ഒരു കാര്യം അവതരിപ്പിക്കാൻ പറ്റുമോ? എനിക്ക് മറ്റുള്ളവർ ചെയ്യുന്നത് ചെയ്യാനാകുമോ? ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എല്ലായിടത്തും തോറ്റുപോകുന്നുവെന്ന തോന്നൽ. എവിടെയും ബഹുമാനവും അംഗീകാരവും കിട്ടുന്നില്ല. ഒരു കാര്യവും വിജയിക്കുന്നില്ല. സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുന്നവരുടെ ഒരു പ്രധാന സംശയമാണിത്. ഈ ചിന്തകൾ നിങ്ങളെ തോൽവിയിലേക്ക് നയിക്കും. എന്നാൽ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കുന്നത് തോറ്റുകൊടുക്കാത്തവർ മാത്രമാണ്. ജീവിതത്തിൽ കഷ്ടപ്പാടുള്ള സമയം വരും. പക്ഷേ ആ കഷ്ടപ്പാട് മാറിപ്പോകും. ഒരു രാത്രിക്ക് ഒരു പകലെന്നതുപോലെ കഷ്ടപ്പാടുകൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഒരു കുന്നിനൊരു ഇറക്കമുണ്ടാകും. അത് കഴിഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാം. ഈ ഭൂമിയിൽ വെറുതെ ജീവിച്ച് മരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കണം. നമ്മുടെ ജീവിതകഥ അനേകർക്ക് പ്രചോദനമാകണം. നമ്മുടെ കഥ കേൾക്കുമ്പോൾ അനേകം പേർക്ക് മുൻപോട്ട് ജീവിക്കാനുള്ള ഊർജം കിട്ടണം. ഒരുപാട് ആളുകൾ പരാതി പറയും, എനിക്കതില്ല, ഇതില്ല, സാഹചര്യമില്ല, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല എന്നൊക്കെ. പരാതി പറയാൻ എല്ലാവർക്കും പറ്റും. ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും അവസരങ്ങളും കിട്ടിയവർ ആരും തന്നെയില്ല. അതുകൊണ്ട് പരാതി പറയുന്നതും നിരാശയും ഒഴിവാക്കി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. എങ്ങനെ മെച്ചപ്പെടാമെന്ന് ചിന്തിക്കാം. കഠിനമായി അധ്വാനിക്കാൻ തയ്യാറാകണം. ഒറ്റച്ചാട്ടത്തിന് ഒരിക്കലും നമുക്ക് സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റില്ല. പല കടമ്പകളും കടന്നാൽ മാത്രമേ നമുക്ക് സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. ഓരോ പടിയും ചവിട്ടി മാത്രമേ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെയാണ് വിജയത്തിലേക്കുള്ള വഴിയും. ഇഷ്ടമില്ലാത്തതോ താല്പര്യമില്ലാത്തതോ ആയ പല ജോലികളും ഒരുപക്ഷെ നമുക്ക് ചെയ്യേണ്ടി വരാം. പണമുണ്ടാക്കാനും വിജയം നേടാനും പല മാർഗങ്ങളും കണ്ടെത്തേണ്ടി വരും. നല്ല വഴികൾ മാത്രം തിരഞ്ഞെടുക്കുക. ഏതൊരു ജോലിക്കും നമ്മുടെ പ്രയത്നം മുഴുവനും നൽകണം. മറ്റുള്ളവർ എന്തു പറയും, എന്ത് കരുതും എന്നൊന്നും ചിന്തിക്കരുത്. നമ്മുടെ സ്വപ്നങ്ങൾ മാത്രമായിരിക്കണം നമ്മുടെ കൂടെ. ഈ സമയത്ത് എനിക്കൊരു കഥ ഓർമ്മ വരുന്നു. ഒരിക്കലൊരു തവള ഒരു മരത്തിൽ കയറാൻ ശ്രമിക്കുകയായിരുന്നു. പല പ്രാവശ്യം കയറാൻ നോക്കിയിട്ടും പറ്റിയില്ല. വീണ്ടും വീണ്ടും ആഞ്ഞു ചാടി. എന്നിട്ടും തവളയ്ക്ക് മരത്തിൽ കയറാൻ പറ്റിയില്ല. കൂടെയുള്ള തവളകൾ ചുറ്റും നിന്ന് പറഞ്ഞു, തവളകൾക്കൊരിക്കലും മരത്തിൽ കയറാൻ പറ്റില്ല. മരം കയറാനുള്ള കഴിവില്ല. എന്തിനാണ് വെറുതെ സമയം പാഴാക്കുന്നത്? പക്ഷേ ആ തവള പല പ്രാവശ്യം ചാടി. പല പ്രാവശ്യം ചാടിയതിനൊടുവിൽ തവള മരത്തിൽ കയറിപ്പറ്റി. ഒരുപാട് പരിശ്രമത്തിനൊടുവിൽ തവള ആ മരത്തിലേക്ക് കയറി. അതിനൊരു കാരണമുണ്ടായിരുന്നു. ആ തവളയ്ക്ക് ചെവി കേൾക്കാൻ പാടില്ലായിരുന്നു. മറ്റു തവളകൾ ചുറ്റും നിന്ന് നിരുത്സാഹപ്പെടുത്തിയതിൻ്റെ ശബ്ദമൊന്നും ആ തവള കേട്ടതേയില്ല. ആ തവള മരത്തിൽ കയറാനുള്ള ഒറ്റ കാരണം അത് തന്നെയായിരുന്നു. മറ്റുള്ളവർ പറയുന്നത് കേട്ട് മുകളിലേക്ക് ചാടാതിരുന്നെങ്കിൽ ആ തവളയ്ക്ക് ഒരിക്കലും മരത്തിൽ കയറാൻ പറ്റില്ലായിരുന്നു. ചെവി കേൾക്കാത്തത് കൊണ്ട് തന്നെ ചുറ്റുമുള്ള തവളകൾ കൈകൊട്ടി കളിയാക്കിയപ്പോൾ അതൊരു പ്രോത്സാഹനമായി ആ തവള കരുതി. എല്ലാവരും ഊർജം കൊടുക്കുന്നതായിട്ട് മാത്രമാണ് ആ തവളയ്ക്ക് തോന്നിയത്. ഇതുപോലെ തന്നെ നമ്മളും എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ കളിയാക്കുകയോ പരിഹസിക്കുകയോ കുറ്റം പറയുകയോ ഒക്കെ ചെയ്യും. നമുക്കത് ഒരിക്കലും നിർത്താൻ സാധിക്കില്ല. അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ സ്വപ്നങ്ങളിലേക്കുള്ള പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആയിരിക്കണം നിങ്ങളുടെ ജീവിക്കാനുള്ള ഇന്ധനം. ഓരോ ദിവസവും മുൻപോട്ട് പോകാൻ, ഓരോ ദിവസവും ജീവിക്കുവാൻ നിങ്ങളുടെ കൂടെ ആളിക്കത്തുന്ന നിങ്ങളുടെ സ്വപ്നവും ഉണ്ടായിരിക്കണം. വെറുതെ പകൽക്കിനാവ് കണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായിട്ട് സമയം ചെലവഴിക്കരുത്. എല്ലായ്പ്പോഴും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള അറിവുകൾ പല വിധത്തിലും നേടിയെടുക്കണം. നാളെ നമുക്ക് യാഥാർത്ഥ്യമാക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതിനുവേണ്ടി ഇന്ന് പ്രവർത്തിക്കണം. അതിലേക്ക് വേണ്ട മാർഗങ്ങൾ അന്വേഷിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള അറിവുകൾ നേടിയെടുക്കണം.
ഒരുപക്ഷെ അത് വലിയ വലിയ സംരംഭങ്ങളാകാം, ജോലിയാകാം, ഉന്നത വിദ്യാഭ്യാസമായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന അബ്ദുൽ കലാമിനെ പോലെ ലോകം മുഴുവൻ പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം. ഒരു ചെറിയ വിത്തിൽ നിന്നാണ് എപ്പോഴും ഒരു വലിയ മരമുണ്ടായി വരുന്നത്. അതുപോലെ തന്നെയായിരിക്കണം നമ്മുടെ സ്വപ്നങ്ങളും. നമ്മുടെ ജീവിതത്തിൽ 2 വഴികളുണ്ട്. ഒന്ന്, ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ചു മരിക്കുക. 2, നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുത്ത ജീവിതം. അത് നമുക്ക് സമയം പാഴാക്കാതെ നേടിയെടുക്കാം. നമ്മുടെ സ്വപ്നങ്ങളെ ബഹുമാനിച്ച് വലിയ വലിയ സ്വപ്നങ്ങൾ നമുക്ക് നേടിയെടുക്കാം. സ്വപ്നം കാണൂ, പരിശ്രമിക്കൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.